ഹലോ ഗായ്സ്, പുറത്ത് നല്ല മഴയുണ്ട്. എനിക്കിപ്പോൾ മഴയായത് കാരണം റെക്കോർഡ് ചെയ്തിട്ട് അങ്ങോട്ട് മഴയുടെ സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ എന്ന് തോന്നുന്നു. എന്തായാലും രാവിലെ കുറച്ച് ലേറ്റായിട്ടായിരുന്നു എണീറ്റ്, ശനിയാഴ്ചയല്ലേ. അപ്പോൾ ഇന്നലെ കുറച്ച് കുമിഞ്ചാനൊക്കെ പൊതിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ വേസ്റ്റ് എടുത്ത് മാറ്റണമായിരുന്നു. പക്ഷെ അത് മോൻ്റെ ഏതൊരു പേപ്പറാണ്, അവൻ വരച്ച് വെച്ചിരുന്ന പേപ്പർ എടുത്താൽ ഞാനത് ക്ലീൻ ചെയ്ത് വെച്ചത്. പിന്നെ അതിനുശേഷം വന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്ത് കഴിച്ചു. കുറച്ച് വയറിന് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അതിനുശേഷം നേരെ കയറിയത് കിച്ചണിലേക്കാണ്. കിച്ചണിൽ ചെന്ന് എൻ്റെ പരിപാടികളൊക്കെ ആരംഭിക്കാൻ കുറച്ച് ചട്നി ഉണ്ടാക്കി. ചട്നിക്ക് ശേഷം നമ്മുടെ ദോശ പരിപാടിയിലേക്ക് തന്നെ കടന്നു. ദോശ കഴിക്കാൻ വേണ്ടി അങ്ങനെ റെഡിയായി വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യും, ഇപ്പം തന്നെ എന്തൊക്കെ റെഡിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് അവന് സോപ്പിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. എപ്പോഴും മാവ് പുറത്തുനിന്ന് വാങ്ങില്ല, വീട്ടിലാണ് ഉണ്ടാക്കാറ് പതിവ്. ചില സമയത്ത് പറ്റാത്ത സമയത്താണ് വെളിയിൽ നിന്ന് മാവ് വാങ്ങിയിട്ട് ഞാൻ ദോശ ഉണ്ടാക്കാറുള്ളത്. എങ്കിലും മിക്കപ്പോഴും ദോശ തന്നെയാണ് വീട്ടിൽ. അങ്ങനെ അവനുള്ള ദോശയൊക്കെ റെഡിയായി, ചട്നിയായിട്ടൊക്കെ അങ്ങനെ അവനെ കൊടുത്ത് ഞാൻ സമാധാനപ്പെടുത്തി അങ്ങനെ അകത്തോട്ട്. ഇപ്പം പാത്രം കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സിങ്ക് സോപ്പിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കും കേട്ടോ. കാരണം നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങളിട്ട് കഴുകുന്ന ബേസിനല്ലേ, അപ്പോൾ അത് നന്നായിട്ട് ഞാൻ ഇങ്ങനെ കഴുകി വെക്കും. ഇന്നലെ കുറച്ച് നെത്തോല് കിട്ടിയായിരുന്നു, അപ്പോൾ ഇന്നലെ തന്നെ ഞാനത് ക്ലീൻ ചെയ്ത് ഫ്രീസറിലോട്ട് വെച്ചായിരുന്നു. ഫ്രീസറിൽ വെക്കേണ്ട എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മീൻ എത്രയാണോ നിൽക്കുന്നത് അതിന് കുറച്ച് മുകളിലായിട്ട് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് വേണം ആ പാത്രം എടുത്ത് നമ്മൾ ഫ്രീസറിൽ വെക്കേണ്ടത്. എന്നാൽ അപ്പോൾ 2-3 ദിവസത്തേക്ക് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് മീനിരിക്കും. രാവിലെ ആകുമ്പോഴത്തേക്ക് അതെടുത്ത് അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് വെള്ളം ഒഴിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെറ്റായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇന്ന് എൻ്റെ മെനു നെത്തോലി കറിയും ക്യാബേജ് തോരനും നെത്തോലി ഫ്രൈയും ആയിരുന്നു. ഇന്നലെ രാത്രി തന്നെ കുറച്ച് കഞ്ഞിയും ഉള്ളിയും തൈരും ഒക്കെ ഇട്ട് വെച്ച കുറച്ച് കഞ്ഞി വീട്ടിലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് ഞാൻ ഇന്ന് കഴിച്ചു. എനിക്ക് കുറച്ച് വയറിന് വയ്യായിരുന്നു. എൻ്റെ തലമുടിയാണെങ്കിൽ ഭയങ്കര ശോകമാണ്. ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരാമെങ്കിൽ ഞാൻ ചെയ്യാമായിരുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ, ബൈ.